നമുക്കിന്നൊരു ഷാർക്കിനെ ഉണ്ടാക്കിയാലോ? അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റും കൂടി പറഞ്ഞുതരാവേ. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടോ? ജാസ് എന്ന് പറഞ്ഞിട്ട് ഈ ഷാർക്ക് മനുഷ്യന്മാരെ കടിച്ച് കൊല്ല് തിന്നണ ഒരു പടം, തിന്നോന്നറിയില്ല, കടിച്ച് കൊല്ലണ ഒരു സിനിമയുണ്ട്. ആക്ച്വലി നമ്മുടെ ഷാർക്ക് മനുഷ്യന്മാരെ ഉപദ്രവിക്കില്ലെന്നാണ് ഈ ഷാർക്കിൻ്റെ ഗവേഷകർ പറയുന്നത്. ഈ ദിനോസറുകളൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ കാലത്തിന് മുമ്പ് തന്നെ ഷാർക്ക് നമ്മുടെ ഭൂമിയിൽ ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. പിന്നെ ഷാർക്കിന് സൗണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല ഗൈസ്. ഈ തിമിംഗലവും ഡോൾഫിനൊക്കെ എന്നൊരു സൗണ്ട് ഉണ്ടാക്കണ പോലെ എങ്ങാണ്ടൊക്കെ കേട്ടിട്ടുണ്ട് ഗൈസ്. അമ്മ അതിൽ സൗണ്ടൊന്നും ഈ സാധനത്തിന് ഉണ്ടാക്കാൻ പറ്റത്തില്ല. പിന്നെ ഉണ്ടല്ലോ, ഈ ഷാർക്കിന് ലൈഫ് ടൈമിനകത്ത് ഒരു 50,000 പല്ലെങ്കിലും മുളച്ചിട്ടുണ്ടാവും. അതും കൊഴിഞ്ഞു പോകും, മുളച്ചു, അങ്ങനെ മുളച്ച് ഒരു 50,000 വരെ എത്തും എന്നാണ് പറയുന്നത്. പിന്നെ ചില ഷാർക്കുകൾ ഭയങ്കര സ്പീഡിൽ നീന്തും. അതായത് ഒരു 60 km/h നീന്താൻ നിങ്ങൾക്ക് പറ്റുമെന്ന് പറഞ്ഞാൽ. ഒരു പക്ഷേ നിങ്ങളൊരു ടൈഗർ ഷാർക്കിൻ്റെ ഫ്രണ്ടിൽ പെട്ടു എന്ന് വിചാരിക്കുക. അവൻ നിങ്ങളെ തിന്നട്ടെ, നിങ്ങൾ എന്തിന് വെള്ളത്തിൽ വന്നു എന്ന് അവൻ ചോദിക്കുള്ളൂ. അങ്ങനെ ഒരു മുതലും കൂടി ഉണ്ട്. അതിനെപ്പോഴും വാലിട്ട് എന്തെങ്കിലും ചവച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ഒരു സാധനമാണ് ടൈഗർ ഷാർക്ക്. നമ്മുടെ ഷാർക്ക് എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഇഷ്ടപ്പെട്ട ലൈക്ക് തന്നെ.